കഴിഞ്ഞ ദിവസം വൈറ്റില് ഫ്ലൈ ഓവറിന്റെ താഴെ നമ്മളൊരു സുരേഷ് ഗോപിനെ കണ്ടു. കണ്ടവരൊക്കെ ഞെട്ടിത്തരിച്ച് പോയി ഫോട്ടോ എടുക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ സുരേഷ് ഗോപിനെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. സുരേഷ് ഗോപിനെ, ആ ഒരു സുരേഷ് ഗോപിനെ ഞാനിവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടന്റെ പേര് സുരേഷ് ഗോപി എന്ന് ഞാൻ വിളിച്ചോട്ടെ? സുരേഷ് ഗോപി എന്ന് വിളിക്കണോണ്ട് തെറ്റൊന്നുമില്ല. എൻ്റെ പേര് സുരേഷ് ഗോപി എന്നല്ല, അതൊരു അനുഗ്രഹം എനിക്ക് ദൈവം തന്നാണ്. എൻ്റെ പേര് ജയചന്ദ്രൻ എന്നാണ്. ജയചന്ദ്രൻ എന്നാണ്. ആ ഒരു ഫ്ലൈ ഓവറിന്റെ താഴെ നിൽക്കുന്ന ഒരു റീലാണ് ഭയങ്കര ട്രെൻഡിങ് ആയി ഭയങ്കര വൈറലായിട്ടുള്ള ഒരു റീലായിരുന്നു. കണ്ടപ്പോ ഞാൻ സത്യം പറഞ്ഞ സുരേഷ് ഗോപി സാർ ആയിരിക്കും, അതെന്താണ് അവിടെ വന്ന് നിക്കണേന്ന് ഞാൻ ഫസ്റ്റ് ആലോചിച്ചത്. അതെന്തായിരുന്നു? ഇതുവരെയായിട്ടും ആളുകൾ ശ്രദ്ധിക്കാതെ പോയത് എന്തുകൊണ്ടാ? ശ്രദ്ധിക്കാതെ പോയെന്ന്, ഞാനൊരു ക്യാബ് ഡ്രൈവറാണ്. അപ്പോൾ ഓട്ടമില്ലാത്ത സമയങ്ങളിൽ ഞാൻ കുറച്ചു നേരം ക്യാബിലിരിക്കും. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി നിൽക്കും. പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്തൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അത് ഞാനൊരു സന്തോഷമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് ഞാനവിടെ ആ സമയത്ത് അങ്ങനെ വന്നു, ഞാൻ ആ സാഹചര്യത്തിൽ അങ്ങനെ വന്ന് നിന്നു. അന്ന് ഓട്ടം വളരെ കുറവായിരുന്നു. അങ്ങനെ അവിടെ വന്ന് നിന്നതാണ്. അപ്പം ഞാൻ അറിയാണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഞാൻ ഈ റീല് കാണുന്നത് ഒരു പോൾ കിരിക്കാടൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ റീലിലാണ് കാണുന്നത്. ഞാൻ കണ്ടപ്പോൾ ആളോട് ഞാൻ ചോദിച്ചു ചേട്ടന്റെ കോണ്ടാക്ട് നമ്പർ ഒന്ന് തരുമെന്ന്. പക്ഷെ ആൾക്ക് അറിയില്ല ചേട്ടൻ ആരാന്ന്. ഒരു നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് ഇല്ല, ഒന്നും അറിയില്ല. ആ പുള്ളി ആരാണെന്നോ ഏതാണെന്നോ ഞാൻ ഈ സമയം വരെ ഞാൻ പുള്ളിയെ നേരിട്ട് കണ്ടിട്ടില്ല. എനിക്കും എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതിട്ട് തന്നപ്പോഴാണ് ഞാനും അറിയുന്നത്. എൻ്റെ ഇങ്ങനെ ഫോട്ടോ വീഡിയോ എടുത്തു ഇങ്ങനെ ആയെന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ ഇട്ടൊന്ന്. അതിനുശേഷം രാത്രിയാണ് ആള് തപ്പിപ്പിടിച്ച് എനിക്ക് നമ്പർ ഇട്ട് തരുന്നത്. ഷാജി എന്നാണ് പേര് എന്നുള്ള രീതിയിലൊക്കെ. അങ്ങനെയാണ് എന്നോട് പേര്. അതെന്റെ ഷാജി എന്ന് പറയുന്നത് എന്നെ വീട്ടിൽ വിളിക്കുന്ന, എൻ്റെ അമ്മ വിളിക്കുന്ന ഓമനപ്പേരാണ്. എന്റെ പേര് ജയചന്ദ്രൻ എന്നാണ്. ജയചന്ദ്രൻ എന്ന്. ഞാൻ ചേട്ടൻ ആദ്യം വരുന്ന കാര്യം എനിക്ക് അറിയായിരുന്നു. നമ്മൾ വിളിച്ചതായിട്ട് ചേട്ടൻ വരുന്നുണ്ടെന്ന് അറിയായിരുന്നു. ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് സൈഡിലേക്ക് ഒന്ന് നോക്കിയപ്പോഴേക്കും സ്റ്റെപ്പിന്റെ താഴെ സുരേഷ് ഗോപി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഭയങ്കര കറക്റ്റ് ലുക്കാണ് ഇത്. ഈ ഒരു റീല് ട്രെൻഡിങ് ആവുന്നതിന് മുമ്പ് വേറെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരുപാട് ഇതായിട്ട് ഒരു കോംപ്ലിമെന്റ് പോലെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ റോഡ് സൈഡിലാണ്, മിക്കവാറും റോഡ് സൈഡുകളിലായിരിക്കും ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് നിൽക്കുന്നത്. ആ സമയത്ത് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ശ്രദ്ധിച്ചു പോകാറുണ്ട്, ചിരിക്കാറുണ്ട്, കൈപൊക്കി കാണിക്കും. ചില ആൾക്കാർ നേരിട്ട് വന്ന് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ, എയർപോർട്ടിൽ സർവീസ് റോഡിൽ എയർപോർട്ടിൽ ഡ്രോപ്പ് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണമെന്നുമ്പോൾ ഒരു ആൾ വന്നിട്ട് പുള്ളി സുരേഷ് ഗോപിയാണെന്ന് തെറ്റിദ്ധരിച്ച്, സുരേഷ് സാറാണെന്ന് തെറ്റിദ്ധരിച്ച് വന്നിട്ട് പുള്ളി അവിടെ നിന്ന് ഇംഗിലാവ് വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ നാറ്റിക്കല്ലേ, ഞാൻ സുരേഷ് ഗോപിയല്ലേ, ഞാൻ ക്യാബ് ഡ്രൈവറാണ്, ഒരു ഓട്ടത്തിന് വേണ്ടി കിടക്കുമോ. അപ്പോൾ പുള്ളിക്ക് വിശ്വാസം പറയാനായിട്ട് പുള്ളി പോയി കുറേ ഓട്ടോക്കാരെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ അതിൻ്റെ നാണക്കേടല്ല, എനിക്കൊരു ചമ്മൽ കൊണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോകാനുണ്ടായത്. വീട്ടുകാരൊക്കെ ഈ ഒരു റീല് ട്രെൻഡിങ് ആയപ്പോ എന്താ പറഞ്ഞത്? അവരൊക്കെ കണ്ടോ? വീട്ടിലൊക്കെ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഞാൻ, വൈഫ്, എനിക്ക് 2 കുട്ടികൾ. എൻ്റെ മോള് MA പഠിക്കുന്നു. ഇപ്പോൾ MA കഴിഞ്ഞു. ഇനിയിപ്പോൾ BEd പോകാൻ വേണ്ടി നിൽക്കുന്നു. മകൻ ഹോട്ടൽ മാനേജ്മെന്റ് ഇപ്പോൾ ഫൈനൽ ഇയറാണ്. അവർക്ക് സത്യത്തിൽ അവർക്ക് ഒരു താല്പര്യക്കുറവുണ്ട്. കാര്യം പുറത്തുനിന്നുള്ള നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നതുകൊണ്ടിട്ട് അവർക്ക് അതൊരു താല്പര്യക്കുറവാണ്. പിന്നെ ചിലപ്പോൾ അവരും അത് നെഗറ്റീവ് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവരും സന്തോഷിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നോട് പറഞ്ഞത് അവർ ഫിഗർ മാറ്റാനാണ് പറഞ്ഞത്. ഞാൻ മാറ്റിയിട്ടില്ല, കൂട്ടുകാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പോ സുരേഷ് ഗോപി സാറിന്റെ ആ ഒരു ലുക്ക് വന്നത് ഒറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞ ആ ഒരു സിനിമയിലെ ആ ഒരു ലുക്കായിരുന്നു. ആ ഒരു സിനിമ ഇറങ്ങണതിന് മുമ്പും ചേട്ടൻ ഇങ്ങനെ തന്നെയായിരുന്നു? അല്ല, ഞാൻ ഇപ്പം 3 വർഷമാകുമ്പോൾ എൻ്റെ അമ്മ മരണപ്പെട്ടതിന് ശേഷം എൻ്റെ താടി ഓൾറെഡി നരച്ച താടിയാണ്. മീശയൊക്കെ നരച്ചത് തന്നെയാണ്. എൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ നരച്ചതാണ്. അപ്പോൾ ഞാനങ്ങനെ താടി വയ്ക്കാറില്ല. അപ്പോൾ അമ്മ മരണപ്പെട്ടതിന് ശേഷം ഞാനിങ്ങനെ താടി വെക്കേണ്ട സാഹചര്യം ഉണ്ടായി. താടി വെച്ചു. അപ്പോൾ എൻ്റെ ഒരു പെങ്ങളുടെ മോൻ, എൻ്റെ അനന്തരവൻ, ഞങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പ് മൈൻഡാണ്. അപ്പോൾ അവനാ പറഞ്ഞത്, മാമ ഈ താടി നമുക്ക് ഈ രീതിയിലായി കഴിഞ്ഞാൽ മാമനൊരു ചെറിയൊരു ഫിഗർ വരുന്നുണ്ട്, അതുകൊണ്ട് ഈ രീതിയിലാക്കി കഴിഞ്ഞാൽ അത് നന്നായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവനാണ് എനിക്കിത് സെറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ സ്വന്തമായിട്ടൊരു സ്റ്റൈല് തിരഞ്ഞെടുക്കണം എന്നുള്ള രീതിയിൽ ചേട്ടൻ അന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു, അതോ ഈ ഒരു ലുക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തിരഞ്ഞെടുത്തതാണ്? ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെതായ പല ശൈലികളും കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞ് ഞാനത് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരു നല്ല അഭിപ്രായങ്ങളും പറഞ്ഞു. കുറേ ആൾക്കാർ
നാണമില്ല ഈ പ്രായത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. എനിക്ക് സാറിനോടുള്ള ഇഷ്ടവും പിന്നെ എനിക്ക് എന്നോട് തോന്നിയ ഈ സാറിനോടുള്ള ഇഷ്ടം തന്നെ കൊണ്ടിട്ട് ഞാനിത് കണ്ടിന്യൂ ചെയ്തു. ഇതിന്റെ ഈ ഒരു റീലിന്റെ താഴെ വന്ന കമന്റ്സ് ചേട്ടൻ കണ്ടിരുന്നോ ആവോ എനിക്കറിയില്ല. ഇൻസ്റ്റൊക്കെ യൂസ് ചെയ്യുന്ന ആളല്ലേ, അപ്പൊ കണ്ടിട്ടുണ്ടായിരുന്നോ? അതിനകത്ത് വന്ന 2 കമന്റ്സ് ആണ് സുരേഷ് ഗോപി മെയ്ഡ് ഇൻ കുന്നംകുളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലും പിന്നെ സുരേഷ് ഗോപി ഫ്രം മീഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത്. ഇങ്ങനത്തെ കുറെ കമന്റ്സും താഴെ ഒരുപാട് ചീത്തവിളികളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ചേട്ടന് എങ്ങനെയാ സംസാരിക്കാൻ? അത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. ഒന്നാമത്തെ കാര്യം ഞാൻ അറിയാണ്ടെടുത്തൊരു വീഡിയോ ആണ്. അത് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. പിന്നീട് ഞാനത് ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ വെറും നിസ്സാരക്കാരൻ, ഒരു മൺതരി പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ്. സുരേഷ് സാറിന് ഇതിന് മാത്രം ചീത്ത കേൾക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഇരട്ടി കേൾക്കുമല്ലോ. പിന്നെ ഞാനത് വിചാരിച്ചു സാരമില്ല, അത് പറയാനുള്ളവർ പറയട്ടെ. അതിനൊരു അവസരം ഞാൻ സാറ് കാരണം കൊണ്ട് എനിക്കും കൂടി കിട്ടിയല്ല. അപ്പോൾ ഞാനും അത് അങ്ങനെ തന്നെ കരുതുന്നു. ആ ഒരു നിപ്പൊക്കെ ഭയങ്കര കറക്റ്റ് ആയിരുന്നു. ആ ഒരു മറ്റേ കമ്പിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ ആ നിപ്പ് നോട്ടോ ഒക്കെ കറക്റ്റ്. ആ നിപ്പ് നോട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് 10,000 രൂപയ്ക്ക് ഡീസൽ അടിച്ചിട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ഓട്ടോയില്ലാണ്ട് വന്നൊരു ഒരു വിഷമത്തോടു കൂടിയുള്ള മറ്റുള്ള ക്യാബുകൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനവിടെ നിന്ന് എനിക്ക് ആ ഓട്ടം കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ഫീലായിരുന്നത്. പക്ഷെ അത് ഈ രീതിയിൽ അതെ എനിക്ക് ഓട്ടം കിട്ടുന്നില്ലല്ലോ, ബാക്കിയുള്ളവരൊക്കെ കിടന്ന് ഓടുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഞാനത് വിഷമിച്ച് നിൽക്കണത് ഇപ്പാണ്. അത് അങ്ങനെ ആയിപ്പോ അത്. അടിപൊളി. അപ്പൊ ഈ ഒരു റീലെടുത്ത് ഇടും എന്നൊന്നും വിചാരിക്കുന്നില്ലല്ലോ. അപ്പൊ അന്ന് ആ സമയത്ത് നിന്നപ്പോ ഒരുപാട് പേര് ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്നിട്ടുണ്ടാവും. അവരൊക്കെ അതൊക്കെ കാണുമ്പോൾ ചേട്ടന് സന്തോഷം? അത് സന്തോഷമുണ്ട്. പിന്നെ ഇപ്പൊ ഈ ഇന്നലെ ലുലുമാളിന്റെ ഓപ്പോസിറ്റ് ഞാൻ നിൽക്കുമ്പോ ഒരു ടീനേജ് പിള്ളേരാണെന്ന് തോന്നുന്നു. അവര് വന്നിട്ട് സാറേന്ന് വിളിച്ചാണ്. ഞാൻ ആ എൻ്റെ ക്യാബിൻ്റെ അടുത്ത് തന്നെ ചാരി നിൽക്കുക. സാറേ സുരേഷ് ഗോപി സാറാണെന്ന്. ഞാൻ പറഞ്ഞ അല്ല പോലെ ഞാൻ ഈ ക്യാബ് ഡ്രൈവറാണെന്ന് പറഞ്ഞു. അതേപോലെ കഴിഞ്ഞ ദിവസം ജനറൽ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴൊക്കെ ഒരുപാട് പേര് വന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപി സാറിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, എന്തെങ്കിലും കാണാനായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അവസരം ലഭിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല, നമുക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. കാണണമെന്ന് ആഗ്രഹമുണ്ട്, സാഹചര്യം ഇതേവരെ ഒത്തു വന്നിട്ടില്ല. നമ്മളൊക്കെ ആഗ്രഹിച്ചാലും നടക്കാൻ പോകുന്ന കാര്യമല്ലല്ലോ അത്. അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് നന്മയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേർക്ക് ഹെൽപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ അതൊക്കെ കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? അതൊക്കെ കാണുമ്പോഴാണോ ഇങ്ങനെ ഒരു ലുക്കൊക്കെ ആ ഒരു ഇൻസ്പിറേഷന്റെ പുറത്താണോ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും തോന്നണേ? പിന്നെ സാറിൻ്റെ നന്മകൾ തന്നെയാണ് ഞാനും അത് പിന്നെ എന്താ പറയുക ഇഷ്ടപ്പെടുന്നത് കൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റൈൽ തന്നെ വെക്കുന്നത്. ആരും ചീത്ത പറഞ്ഞാലും ഞാനിത് വെക്കുന്നത് കൊണ്ടാണ്, സാറിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ. ഇനി അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു കാണാനായിട്ടൊരു ചാൻസ് കിട്ടിയ എങ്ങനെയായിരിക്കും ആ ഒരു ഇതൊക്കെ? സത്യം പറയാ എൻ്റെ കയ്യും കാലും വിറച്ചു കാണുമ്പോ സംസാരിക്കാൻ നാക്ക് ഇറങ്ങി പോകും. ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. എന്താണ് സംസാരിക്കാൻ പറ്റണേ അല്ലെങ്കിൽ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ സുരേഷ് ഗോപി സാർ ഈ ഒരു ലുക്ക് വെച്ചപ്പോഴേക്കും ഒരു സിംഹവാലൻ കുരങ്ങിന്റെ ഒരു ഫോട്ടോയും സുരേഷ് ഗോപി സാറിന്റെ ഒരു ഫോട്ടോയും വെച്ചിട്ട് ഒരു വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഒരു ട്രോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഗോകുൽ സുരേഷ് വന്നിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പുറത്ത് നിൽക്കുന്നത് എന്റെ തന്ത, അപ്പുറത്ത് നിൽക്കുന്നത് നിന്റെ തന്ത എന്നുള്ള രീതിയിൽ കമന്റുകളും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ട്രോളുകൾ ചേട്ടൻ കാണാറുണ്ടോ? അപ്പൊ അതിനോടൊക്കെ എങ്ങനെയാ പ്രതികരിക്കാനുള്ളത്? പിന്നെ അതിനോട് പ്രതികരിക്കാന്ന് പറഞ്ഞപ്പോൾ എന്ത് പറയാനാ, അത് ഓരോരുത്തരുടെ ആ പുള്ളിക്ക് അങ്ങനെ തോന്നി, ഇപ്പം ആ കമൻ്റ് ഇട്ട ആൾക്ക് അങ്ങനെ തോന്നി. ഇപ്പം നാളെ എനിക്കും പറയാം, ചിലപ്പോൾ ഇപ്പം ഈ ഇതിൽ തന്നെ എനിക്കും ചിലപ്പോൾ ഇതേപോലെ എന്തെങ്കിലും തന്തയ്ക്ക് വിളിയൊക്കെ വരുമായിരിക്കും. അപ്പോൾ എന്ത് പറയാൻ, അത് അവരുടെ ആ ഒരു കൾച്ചർ അതാണ്. അവരാ രീതിയിൽ പോവും, ഞാൻ എൻ്റെ രീതിയിൽ പോവും, അവരവരുടെ രീതിയിൽ പോവും, അത്ര. ഇനിയിപ്പോ ഓട്ടോ ഒക്കെ ഓടുമ്പോഴേക്കും ആളുകളൊക്കെ ഒരുപാട് വരാനായിട്ടൊക്കെ ചാൻസ് ഇല്ലേ? അപ്പൊ പിന്നെ ചേട്ടൻ ഇതൊരു ശല്യമായി മാറുമോ ലാസ്റ്റ്? ശല്യമില്ല, ഞാനത് ഈ സുരേഷ് സാറിന്റെ പേരിൽ വരുന്ന എന്തും ഞാനത് സ്വീകരിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ്. അത്രയ്ക്ക് ഇഷ്ടം. അപ്പോ എന്തെങ്കിലും ഒന്ന് കാണാനൊക്കെ പറ്റട്ടെ, ആ ഒരു നിമിഷം നമുക്ക് ഇതുപോലെ റീലൊക്കെ വന്ന് ട്രെൻഡിങ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.